ഹായ്, എല്ലാവരും കല്യാണ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുകയാണല്ലേ? വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ശാലിനി ഒരുക്കുകയാണ് ശാരികയും ശ്യാമയും ചേർന്ന്. വളരെ വിഷമിച്ച മുഖഭാവത്തോടുകൂടി ഇരിക്കുകയാണ് ശാലിനി. അന്നേരം അവിടേക്ക് കുറുപ്പ് സാറിൻ്റെ ഭാര്യ എത്തുകയാണ്. ആൻറ്റി എത്തിയോ എന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ശാലിനി. കുറുപ്പ് സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുറ്റത്തിരിപ്പുണ്ടെന്ന് പറയുകയാണ് കുറുപ്പ് സാറിൻ്റെ ഭാര്യ. കല്യാണ സാരിയൊക്കെ ഉടുത്തപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ആള്. ഞാൻ ആദ്യമായിട്ടാണ് മോള് സാരി ഉടുത്ത് കാണുന്നത്. ഇതേതാ സാരി? രാജേശ്വരി സെലക്ട് ചെയ്ത് തന്നതാണോ? ഇത് കേട്ട് ശാലിനി ശാരികയെ നോക്കുമ്പോൾ ശാരിക പറയുകയാണ്, അല്ല ആൻറ്റി, അതിൻ്റെ ബ്ലൗസ് ചേരുന്നില്ല, അതുകൊണ്ട് വേറെ ഒന്നെടുത്തു, അത്രയുള്ളൂ. കുറുപ്പ് സാറിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, പക്ഷേ ഇത്രയും പകിട്ടുള്ള സാരി പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടി? അത് അതിശയമാണല്ലോ. ശാരിക പറയുകയാണ്, അത് ഇന്നലെ ആ സത്യഭാമ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ. അവർ കൊടുത്തതാണ് സമ്മാനമായിട്ട്. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ശാന്ത പറയുകയാണ്, അതെ അതെ, വെറൈറ്റിയാണ്, ഉടുത്തപ്പോൾ നല്ല രസമുണ്ട്. ശേഷം കാണിക്കുന്നത് സുസ്മിതയുടെ വീടാണ്. അവിടെ സുസ്മിതയെ ഒരുക്കുകയാണ് കൂട്ടുകാരികൾ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് സുസ്മിത കൂട്ടുകാരികളോട്. കാണുമ്പോഴേ എടുത്തുകൊണ്ടുപോയി ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ വെക്കാതിരുന്നാൽ മതി, പരസ്യമായിട്ടേ എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ കളിയാക്കുകയാണ് കൂട്ടുകാരികൾ. അതെന്തിനാ സ്വർണ്ണക്കട ഏറെ അന്വേഷിക്കുന്നത്? ഇത് തന്നെ ഒരു സ്വർണ്ണക്കടയല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അവർ മൂന്നുപേരും കൂടി. സുസ്മിത പറയുകയാണ്, കുറച്ചൊക്കെ സിമ്പിളാക്കാരായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അമ്മ പറയുകയാണ്, മാരേജാണ്, നമ്മുടെ പണത്തിൻ്റെ പത്രാസും പകിട്ടുമൊക്കെ കാണിക്കണമെന്ന്. നമ്മളല്ലേ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. ഒരു പെണ്ണിന് ആ പെണ്ണിൻ്റെ ഏറ്റവും അടുത്ത ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് വിവാഹ ദിവസമാണ് എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അവളാ അന്നത്തെ നായികയെന്ന് പറയുമ്പോൾ കൂട്ടുകാരികൾ കളിയാക്കുകയാണ്. അതെ അതെ, പിറ്റേ ദിവസം മുതൽ അമ്മായിയമ്മയുടെ കണ്ണുരുട്ടലും നാത്തൂൻ പോരും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ കേട്ട് സുസ്മിത പറയുകയാണ്, ഇത് കഥ വേറെയാണ് മോളെ. അമ്മായിയമ്മയുടെയും നാത്തൂൻ്റെയും ഒക്കെ സൈക്കോളജി ഞാൻ നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ട്. ഇനി അതല്ല, കൂടുതൽ കളിക്കാനാണ് ഭാവമെങ്കിൽ അവരാണെങ്കിലും വെളിയിൽ. ആ വീട്ടിലെ ഹീറോയിൻ എന്നും സുസ്മിത തന്നെ ആയിരിക്കും. അത് കേട്ട് കൂട്ടുകാരി ചോദിക്കുകയാണ്, അതല്ല, അതിന് നീ അല്ലായിരുന്നല്ലോ ഹീറോയിൻ, വേറെ ആരോ ആയിരുന്നില്ലേ? അവളെ ചവിട്ടി പുറത്താക്കിയിട്ടല്ലേ ഇവള് കയറിയത്? എന്തിനാടി ഇങ്ങനത്തെ ഡ്രാമയൊക്കെ? മാരേജ് തന്നെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? നിന്നെ ഇന്ന് വേണ്ടാന്ന് പറയുന്നവനെ നീ ഇന്നലെ തന്നെ വേണ്ടാന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കൂട്ടുകാരികൾ. എടി, ഒരാണ് വിചാരിച്ചാൽ ഒരു 5-6 പെണ്ണിനെ വലവീശി പിടിക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് നന്നായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ ബിവറേജ് ഷോപ്പിനേക്കാൾ തിരക്കായിരിക്കും അവിടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അവര്. വീണ്ടും കൂട്ടുകാരികൾ ചോദിക്കുകയാണ്, പിന്നെന്തിനാടി നിനക്ക് വേറൊരു പെണ്ണിന് മനസ്സ് കൊടുത്തവനെ? യൂസ് ആൻഡ് ത്രോ, അതാ എൻ്റെ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, എൻ്റെ ലൈൻ വേറെയാടി. നീ പറഞ്ഞതുപോലെ സുസ്മിത ആരുടെയും പിന്നാലെ ലവ് ഒന്നും പറഞ്ഞ് നടന്നിട്ടില്ല. സ്കൂൾ കാലം മുതലേ സുസ്മിതയുടെ പിന്നാലെയായിരുന്നു എല്ലാവരും. ആരാധനയും പ്രണയവുമൊക്കെ ഞാൻ കുറെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നിശ്ചയം ഞാൻ ഒരുത്തനെ തിരഞ്ഞെടുക്കണ്ട, എന്നെ ഒരുത്തൻ നേരത്തെ തിരഞ്ഞെടുത്താൽ മതി എന്നായിരുന്നു. ഞാൻ ഒരുത്തനെ ചൂണ്ടിക്കാട്ടിയാൽ അവൻ എന്നെ കെട്ടിയിരിക്കണം എന്നും വിചാരിച്ചു. അങ്ങനെ ഒരേ ഒരാൾക്ക് മുന്നിലേ ഞാൻ പ്രണയം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ ഞാൻ തോൽപ്പിച്ചത് എന്നെ വെറുമൊരു ചായക്കടക്കാരി. അവിടെയാണ് എനിക്ക് ജയിക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ഈ മാരേജ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അയാളുടെ ഭാര്യയായിട്ട് കഴിയണം എനിക്ക്. അല്ലെങ്കിൽ ശേഷിച്ച ജീവിതം മുഴുവൻ എനിക്ക് തലകുനിച്ച് നടക്കേണ്ടി വന്നേനെ. അന്നേരം സുസ്മിതയുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ നീ ബ്ലേഡ് സത്യഭാമയുടെ മകനെയും കെട്ടി ഒതുങ്ങാൻ പോവുകയാണോ? ഉറപ്പിച്ച് തന്നെ സുസ്മിത പറയുകയാണ്, കെട്ടി ഒതുങ്ങാനല്ലടി, കെട്ടി പറക്കാൻ. താലി ഒന്ന് എൻ്റെ കഴുത്തിൽ വീണോട്ടെ. അടുത്ത നിമിഷം മുതൽ സുസ്മിത എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നീയൊക്കെ കണ്ടോ? സുസ്മിതയെ വേണ്ടാന്ന് പറഞ്ഞവൻ ജീവിതത്തിൽ അവസാനമായി ചിരിക്കുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും. ദ വെരി ലാസ്റ്റ് ഹാപ്പി ഡേ ഓഫ് ഹിസ് ലൈഫ് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് സുസ്മിത. ശേഷം കുടുംബശ്രീ വീട്ടിൽ സംസാരിച്ചു നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് ശാരദാമ്മ വന്ന് ചോദിക്കുകയാണ്, അല്ല, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇറങ്ങാൻ സമയമായി. ഇറങ്ങും അമ്മേ, ഞാൻ റെഡിയാണെന്ന് പറയുകയാണ് ശാലിനി. അതേസമയം പൂജാമുറിയിൽ ആരതി ഒഴിയുന്ന സത്യഭാമയെയും കാണിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ പൂജാമുറിയിൽ തൊഴുതു പ്രാർത്ഥിക്കുന്ന ശാലിനിയാണ്. ശാലിനി പ്രാർത്ഥിക്കുകയാണ്, ദൈവങ്ങളെ, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിത് നടക്കുന്നത്. ഞാനിവിടുന്ന് പടിയിറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ വേണം ഇവർക്ക് കാവലായും തുണയായും നിൽക്കാൻ. ശാരികേച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു തടസ്സവും പ്രശ്നങ്ങളും ഇല്ലാതെ രാജീവ് സാറുമായിട്ടുള്ള വിവാഹം നടക്കണം. അമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ശ്യാമയിലൂടെ വേണം നിങ്ങൾ നിറവേറ്റി കൊടുക്കാൻ.
എൻ്റെ അമ്മയ്ക്ക് എന്നും താങ്ങും തണലുമായി നിങ്ങളുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പടിയിറങ്ങിപ്പോകാൻ പോകുന്നത്. കൂടെ നിന്ന് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ശാലിനി. അതേസമയം സത്യഭാമയുടെ വീട്ടിൽ വെറ്റിലയും പാക്കുമൊക്കെ എടുത്തിട്ട് രമണൻപിള്ള പറയുകയാണ്, ഇനി ദക്ഷിണ നൽകി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്കിറങ്ങാൻ. ദാ മോനെ അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞ് വെറ്റിലയും പാക്കും വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് രമണൻപിള്ള. മോനെ ആദ്യം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയുകയാണ് സത്യഭാമ. രാഘവൻ നായർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് വിഷ്ണു. അതേസമയം കുടുംബശ്രീ വീട്ടിൽ തട്ടമെടുത്തിട്ട് ശാന്ത പറയുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ ഇനി അനുഗ്രഹം വാങ്ങാം. ശാരദാമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് കാലിൽ വീഴുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നന്നായി വരും, ദീർഘസുമംഗലിയായിരിക്കാൻ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. പക്ഷെ അന്നേരവും ശാരദാമ്മയുടെ കണ്ണുകൾ നിറയുകയാണ്. പിന്നീട് സത്യഭാമയുടെ അനുഗ്രഹം വാങ്ങുകയാണ് വിഷ്ണു. സത്യഭാമ പറയുകയാണ്, സകല ദൈവങ്ങളുടെയും അനുഗ്രഹം എൻ്റെ മോന് ഉണ്ടാകട്ടെ, നന്നായി വരും എന്ന് പറഞ്ഞ് സത്യഭാമ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം ആകെ അങ്ങ് കരഞ്ഞു കലങ്ങിയതുപോലെ ആവുകയാണ്. രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷം പ്രീതിയെ ചേർത്ത് പിടിക്കുകയാണ് വിഷ്ണു. അതേസമയം കുടുംബശ്രീ വീട്ടിൽ കുറുപ്പ് സാറ് ചോദിക്കുകയാണ്, അല്ല ഗോപാലകൃഷ്ണൻ എവിടെ? ഇവിടെയും ഒന്ന് എത്തി നോക്കേണ്ടതല്ലേ അയാള്? ശാരദാമ്മ പറയുകയാണ്, അത് ഗോപാലേട്ടൻ അമ്പലത്തിൽ എത്തിക്കോളാമെന്നാണ് പറഞ്ഞത്. അനുഗ്രഹം അവിടെ നിന്നും വാങ്ങാമല്ലോ. തൽക്കാലം ഒരമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് സാറിത് വാങ്ങണമെന്ന് കുറുപ്പ് സാറിനോട് പറയുകയാണ് ശാരദാമ്മ. അതിനുശേഷം കുറുപ്പ് സാറിന് ദക്ഷിണ കൊടുത്ത് ശാലിനി അനുഗ്രഹം വാങ്ങുന്നു. സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ദീർഘമാംഗല്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് കുറുപ്പ് സാറ് ശാലിനിയെ. പിന്നീട് ശാലിനി രാജിയുടെ അടുത്തേക്ക് വരുമ്പോൾ രാജി ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ പറയുക മോളെ? പ്രാർത്ഥിക്കണം ചേച്ചി. അതെപ്പോഴുമുണ്ട്, അതേ എപ്പോഴും ഉള്ളൂ എന്ന് പറയുകയാണ് രാജി. പിന്നീട് ശാരികയെ പിടിച്ച് ശാലിനി പറയുകയാണ്, ശാരികേച്ചി എപ്പോഴും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം. തലകുലുക്കി സമ്മതിച്ച് ശാലിനിയുടെ നെറ്റിയിൽ മുട്ടുകയാണ് ശാരിക. അതിനുശേഷം തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങുകയാണ് ശാരദാമ്മയും എല്ലാവരും. പിന്നീട് സുസ്മിതയുടെ വീട്ടിൽ സുസ്മിതയുടെയും കൂട്ടുകാരികളുടെയും അടുത്തെത്തി സരള ചോദിക്കുകയാണ്, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ആൻറ്റി എന്ന് പറയുമ്പോൾ സരള പറയുകയാണ്, എന്നാൽ ഇറങ്ങാം, അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് സുസ്മിതയും കൂട്ടി താഴേക്ക് ഇറങ്ങുകയാണ് സരള. വീട് പൂട്ടിയിട്ട് വാ എന്ന് രാജിയോട് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി കാറിനകത്തേക്ക് കയറുകയാണ് ശാരദാമ്മ. പിന്നീട് രാജി വീടെല്ലാം പൂട്ടി ഇറങ്ങുകയാണ്. ശേഷം കാണിക്കുന്നത് റൂമിലിരുന്ന് ഒരുങ്ങുന്ന ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ താടിയും മീശയും ഒക്കെ വെട്ടി വൃത്തിയാക്കുകയാണ്. അന്നേരം അവിടേക്ക് വരികയാണ് രാജേശ്വരി. രാജേശ്വരി ചോദിക്കുകയാണ്, കഴിഞ്ഞില്ലേ ഇതുവരെ നിന്റെ ഒരുക്കം? നീ ആ ബ്യൂട്ടി പാർലറിൽ പോയി 3-4 മണിക്കൂർ തപസിരുന്നതല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും ഈ കസർത്ത് കാണിക്കുന്നത്? പാർലറിൽ പോയെങ്കിലും കംപ്ലീറ്റ് അങ്ങോട്ട് ശരിയായിട്ടില്ല ചേച്ചി. എനിക്ക് ആ പഴയ കമലാസന്റെ മീശ വെച്ചാൽ മുഖത്തിന് നല്ല ചേർച്ചയായിരിക്കും. രാജേശ്വരി കളിയാക്കുകയാണ്, ആഹാ ബെസ്റ്റ്, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേ? അതിനെ മുഖത്ത് ഈ വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, ഇതൊക്കെ മതി. എന്നാലും മുഖം എൻ്റെ അല്ലേ ചേച്ചി? എൻ്റെ മനോധൈര്യം തകർക്കാതെ ചേച്ചി പോകാൻ നോക്ക്. നിന്റെ ഒരു മനോവീര്യം, നിന്റെ ഈ ഒരുക്കവും പെരുക്കവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട്, ചോദിക്കട്ടെ? ഒരസല് പെൺകോന്തനാകാനുള്ള സകല ലക്ഷണവും നിന്നിൽ ഞാൻ കാണുന്നുണ്ട്. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ആണോ? സന്തോഷം. എന്തായാലും ഞാൻ അളിയനെ പോലെ ആകില്ല, അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്നാലേ ആ പരിഹാസം വേണ്ട. നിന്റെ അളിയനെ ഞാൻ ചൊൽപ്പടിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഗുണമേ ചെയ്തിട്ടുള്ളൂ, നീ അടക്കം. മാത്രമല്ല ഞാൻ ഗോപാലേട്ടനെ ഊരി വിട്ടിരുന്നെങ്കിലേ ആ കുടുംബശ്രീ ഹോട്ടലും വീടും അടക്കമുള്ള സ്വത്ത് മാത്രമല്ല, നമ്മൾ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ വീടുൾപ്പെടെ അടിച്ചോണ്ട് പോയേനെ എന്നേ ആ ശാരദയും മക്കളും. ഇതെല്ലാം കൂടി വാങ്ങി നമുക്കൊരു നേട്ടം കൊയ്യാനാണ് ഈ വിവാഹം എന്നൊരു ബുദ്ധി ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഒരുങ്ങുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ തലയിലൊരു കൊട്ട് കൊടുത്തിട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, അത് നിനക്ക് മനസ്സിലായോടാ മരമണ്ട? അതിനുശേഷം പിണങ്ങിപ്പോയി മാറിയിരിക്കുകയാണ് രാജേശ്വരി. കത്രിയൊക്കെ താഴെ വെച്ചിട്ട് ബാലചന്ദ്രൻ രാജേശ്വരിയുടെ താടിക്ക് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അപ്പോഴേക്കും പിണങ്ങിയോ എൻ്റെ പൊന്നു ചേച്ചി? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ബി കൂൾ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന്റെ കൈ ദേഷ്യപ്പെട്ട് തട്ടിമാറ്റുകയാണ് രാജേശ്വരി. മതി മതി, തമാശയല്ലാതെ മുൻകൂറായി നിന്നോട് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാലേ നീ അവളുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങരുത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, ഉറപ്പെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അവളുടെ വലിയ മോഹമായിരുന്നില്ലേ IAS? കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നതും അതുതന്നെയാണ്. അത് കേട്ട് രാജേശ്വരി ഒന്ന് ബാലചന്ദ്രനെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, IAS എന്ന് വച്ചാൽ ഇന്ത്യൻ അടുക്കള സർവീസ്, അടുക്കള നിരങ്ങി എന്നർത്ഥം.
അത് കേട്ട് ചിരിച്ച് സന്തോഷിച്ച് ചാടി എഴുന്നേറ്റ് സൂപ്പർ കൊടുകൈ എന്നും പറഞ്ഞ് ബാലചന്ദ്രന് കൈ കൊടുക്കുകയാണ് രാജേശ്വരി. ഇപ്പോഴാണ് കുടുംബശ്രീ ഹോട്ടലിനും വീടിനും മുൻപിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കാണ് ആ ശാലിനി. ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നാമ്പുറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന കരിവിളക്കാക്കി മാറ്റും ഞാനവളെ. എണ്ണയും തേച്ചു മിനുക്കാനുള്ള ചാരവും ഒന്നും കാണാതെ ഏതെങ്കിലും കുപ്പക്കൂനയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും അവള് പിന്നെ. അങ്ങനെ രാജേശ്വരി പറയുമ്പോൾ ബാലചന്ദ്രനും പറയുകയാണ്, അത് തന്നെയാണ് ചേച്ചി എനിക്കും വേണ്ടത്. പല സ്ഥലത്ത് വെച്ചും അവൾ എന്നെ അപമാനിക്കുകയും പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള പ്രതികാരം. പിന്നെ അവളുടെ അമ്മ ശാരദ മക്കളിലൊന്നിനെ കെട്ടിക്കോളാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നെ ചെകിട്ടത്തടിച്ചാണ് എനിക്ക് സമ്മാനം വന്ന് തന്നത്. അതൊന്നും എളുപ്പം അങ്ങനെ എനിക്ക് മറക്കാനാവില്ല ചേച്ചി. ഇതാണ് അതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള എൻ്റെ അവസരം. ഇത് കേട്ട് സന്തോഷിച്ച് രാജേശ്വരി പറയുകയാണ്, മിടുക്കൻ, ഈ തീയാണ് നിന്റെ ഉള്ളിൽ എപ്പോഴും വേണ്ടത്. നീ രാജേശ്വരിയുടെ അനിയൻ തന്നെയാണെന്ന് തെളിയിച്ചോ. പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ്. അവിടെ എത്തിയ ഗോപാലകൃഷ്ണൻ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അതിനുശേഷം രാജേശ്വരിയെ വിളിക്കുകയാണ്. ഗോപാലകൃഷ്ണന്റെ ഫോൺ ബെല്ല് ശബ്ദം കേട്ട് രാജേശ്വരി പറയുകയാണ്, ഗോപാലേട്ടനാണ്, പുലർച്ചെ അമ്പലത്തിലേക്ക് പോയതാണ്. അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ നോക്കാൻ ആള് വേണ്ടേ? ഫോൺ എടുക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ല രാജേശ്വരി, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഗോപാലേട്ടാ. നിന്റെ പള്ളിയൊരുക്കം തീർന്നില്ലായിരിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രാജേശ്വരി പറയുകയാണ്, എനിക്കല്ല, കല്യാണ ചെറുക്കനാണ് ഒരുങ്ങാൻ താമസം. ശരി, എങ്കിൽ അവനോട് പറയ് അവിടെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാതെ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാൻ. ഇവിടെ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു, പൂജാരിയും സജ്ജീകരണങ്ങളും ഒക്കെ റെഡിയാണ്. അല്ല, ശാരദയും മക്കളുമൊക്കെ എത്തിയോ ഗോപാലേട്ടാന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. അവരിപ്പോൾ എത്തും, വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നും പറഞ്ഞ് ആ കുറുപ്പ് സാറ് വിളിച്ചിരുന്നോ. നിങ്ങളിങ്ങ് വേഗം എത്താൻ നോക്ക്. ശരി ഗോപാലേട്ട, ദാ ഇറങ്ങാൻ പോകുന്നുവെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രാജേശ്വരി. എന്നാ വാട, നമുക്കിറങ്ങാമെന്ന് രാജേശ്വരി പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി വിട്ടോ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വരുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെയൊന്ന് രാജേശ്വരി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അതെ, അവരിപ്പോൾ ഉടനെ ഇങ്ങ് എത്തും. വീണ്ടും രാജേശ്വരി പറയാണ്, അതെ, ഇന്നിനി ഉടായ്പ പരിപാടിക്കൊന്നും നീ നിൽക്കല്ലേ, പണി പാളുമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇല്ല ചേച്ചി, ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ്. ശരി, സമയത്തിന് അങ്ങ് എത്തിയേക്കണം, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് രാജേശ്വരി താക്കീത് ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ശരി, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ചേച്ചി വിട്ടോ, പറഞ്ഞ സമയത്തിന് തന്നെ ഞാനങ്ങ് എത്തിയിരിക്കും. രാജേശ്വരി പോയ ശേഷം ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എടാ മക്കളെ, നിങ്ങൾ എത്താറായോ? അവരെല്ലാം ഇറങ്ങി, ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പെട്ടെന്ന് വന്നേ, നമുക്ക് 2 എണ്ണം വീശിയിട്ട് വേണം ഇറങ്ങാൻ. നല്ലൊരു കാര്യത്തിന് പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് ഫോൺ വയ്ക്കുകയാണ് ബാലചന്ദ്രൻ. ഇന്ന് രാത്രി ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞ് കട്ടിലേക്ക് ചാടി വീണ് പാട്ടൊക്കെ പാടുകയാണ് ബാലചന്ദ്രൻ. ശേഷം കാണിക്കുന്നത് ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുന്ന സത്യഭാമയുടെ വണ്ടിയാണ്. അതിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ വിഷ്ണു ഇരിപ്പുണ്ട്. ബേക്കിൽ പ്രീതിയും രാഘവൻ നായരും സത്യഭാമയും ഒക്കെയുണ്ട്. ആകെ വിഷമിച്ച് റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വിഷ്ണു. അന്നേരവും വിഷ്ണു ശാലിനിയെ ആദ്യമായി കണ്ടതു മുതലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്തോർത്ത് സങ്കടപ്പെടുകയാണ്. പിന്നീട് കാറിൽ പോകുന്ന ശാലിനിയെയും കാണിക്കുന്നുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന ശാലിനി തനിക്ക് IAS-നുള്ള പ്രിലിമിനറി എക്സാം കിട്ടിയപ്പോൾ എല്ലാവരും തന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതൊക്കെ ആലോചിച്ചങ്ങനെ വിഷമിക്കുകയാണ്. എന്നാൽ അന്നേരം ശാലിനി ഒന്ന് നോക്കിയിട്ട് ശാരദാമ്മ ഓർക്കുന്നത് തന്നെ ഗോപാലകൃഷ്ണൻ വീട്ടിൽ നിന്നും മക്കളെയും കൂട്ടി പുറത്താക്കിയതും പിന്നീട് രാജേശ്വരിയെ കല്യാണം കഴിച്ച കാര്യങ്ങളും ഒക്കെയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.